ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് പാർട്സ് കറി. പാർട്സ് കറി ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കറി ആക്കുന്നതല്ല, ഫ്രൈ ആക്കുന്നത്. കറിയൊക്കെ ഞാൻ കഴിക്കും. ആദ്യം തന്നെ ഈ പാർട്സിനെ നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. ഈ കുളിപ്പിച്ച് കുട്ടപ്പനാക്കുക അറിയുന്നത് ഭയങ്കര കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഉള്ള കൊതുവിൻ്റെ കടി മൊത്തം കൊണ്ടിട്ടാണ് ഞാൻ ഇതിനെ വൃത്തിയാക്കി എടുത്തത്. അങ്ങനെ അതാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കുക്കറിലൊരു 3-4 വിസിലടിക്കുക. ഈ സാധനമൊന്നും ഇതിലേക്കുള്ളതല്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് പരിപാടികളുണ്ട്, ഇനി അതും നടത്തുന്നുണ്ട്. അപ്പം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തതാട്ടോ. പിന്നെ വേണ്ടത്, ഇന്ന് ഞാൻ അടുപ്പിലായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി അടുപ്പിലുണ്ടാക്കിയത്. നല്ല എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ നന്നായിട്ട് അടുപ്പിലൊക്കെ കത്തിക്കാറുണ്ട്. ഇപ്പം പിന്നെ സമയമില്ല, അപ്പുട്ടനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് അതിനുള്ള പറ്റാറില്ല. പക്ഷെ ഇന്നെന്തോ സമയം സന്ദർഭം ഒത്തു വന്നപ്പോൾ അടുപ്പ് കത്തിച്ച് അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വാട്ടിക്കഴിഞ്ഞ് സാൻവിനെ എന്തിനോ അപ്പുറത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ തീയുൻ്റെ കൂടെ പോന്ന് പോരാത്തന്നെ ഉള്ളിയും കരിഞ്ഞു പോയി. പിന്നെന്താ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വഴറ്റിയ ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും. മല്ലിപ്പൊടി ഇവിടെ ഞാൻ കുറച്ചേ ഉള്ളതിന്, അത് ഞാൻ കുക്കറിൽ വേവിക്കുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് പോയി. അതുകൊണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ വേവിച്ച് വെച്ച പാർട്സ് ഇല്ലേ, അത് അതിലേക്ക് കൊട്ടി കൊടുക്കുക. അത് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ എന്തായാലും ഒരുവിധം ഞാൻ കറീനെ ഇവിടെ സെറ്റാക്കി എടുത്ത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തപ്പം കറി അടിപൊളിയായിട്ടോ. കുറച്ച് എരിവൊക്കെ വേണം, എന്നാലേ ഉള്ളൂ പാർട്സ് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുവിധം കറിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞ ശേഷം ഞാനൊരു പാർട്സ് കറിയും കുറച്ച് പരിപാടികളും നടത്തിയ കോലമണി അടുക്കളയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എന്തായാലും കഴുകട്ടെ. പാർട്സ് കറിക്കാണ് ഒടുക്കത്തെ എരിവ്, അതിൻ്റെ കൂടെ കുറച്ചും കൂടി എരിവ് കിട്ടാൻ വേണ്ടി 2 കൊണ്ടാട്ടമുളകും കൂടി വേർത്തു. അപ്പോൾ ബൈ.